ഞാൻ വരുന്നത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വന്നാൽ ഒരു യുദ്ധവും ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ് കേട്ടോ ട്രംപ്. പക്ഷേ ട്രംപ് ചില മണ്ടത്തരങ്ങൾ കാണിക്കാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ട്രംപ് ഈ അധിനിവേശങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് ചൈനീസ് അധിനിവേശത്തിനെതിരെ അദ്ദേഹം നിലപാടെടുക്കുന്നത്. റഷ്യൻ അധിനിവേശത്തിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുമുണ്ട്. യുക്രൈനെ റഷ്യ പിടിച്ചെടുക്കുന്നതിനോട് നമ്മുടെ ട്രംപിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിന് ചില മോഹങ്ങളുണ്ട്. ട്രംപിന് കാനഡയും ഗ്രീൻലാൻഡും വേണം. ഇതാണ് ട്രംപിന്റെ മോഹം. ഇത് അതിമോഹമാണ്. ഇത് കാനഡയും ഗ്രീൻലാൻഡും എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ട്രംപ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്ന്, ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് ഓഷന്റെ ഒരു ഭാഗമായിട്ടുള്ള സമുദ്രം. ഈ സമുദ്രഭാഗത്തിന് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേരൊന്നും ഇനി പറ്റില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പേര് മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാവും. എങ്ങനെയുണ്ട്? ഗ്രേറ്റ് ആയിട്ടുള്ള പേരല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കാം കേട്ടോ. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോയെക്കാളും ഗ്രേറ്റ് ആണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേര് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ട്രംപ് ഒരു ഭയങ്കരമായിട്ട് നോർമൽ ഒരു നാഷണലിസ്റ്റുമല്ല, തീവ്രമായ നാഷണലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അമേരിക്ക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള രാജ്യമെന്നും അമേരിക്കയിലെ ജനങ്ങളാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നുമുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ താഴെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക എന്ന് പറയുന്നിടത്ത് ഗ്രേറ്റ് ആഡ് ചെയ്യുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ട്രംപ് ഇതൊക്കെ പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ വികാരത്തെ ഉണർത്താൻ വേണ്ടി പറയുന്നതാണെന്ന് പറയാം. ഇന്ത്യയെ പോലെയൊന്നും അല്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അമേരിക്കയിൽ വേറെ തെരഞ്ഞെടുപ്പ് നടക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരെ ട്രംപ് പക്ക സേഫ് ആണ്. എല്ലാ സഭകളിലും അദ്ദേഹത്തിന് മെജോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. ഈ ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനം പോലും ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഒരു വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അതിന് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട്. ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ കാര്യം മാത്രമല്ല, പനാമ കനാൽ അത് ഞാൻ തിരിച്ചു പിടിക്കാൻ പോവാണ്. അതായത് ഏകദേശം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെയും അമേരിക്കയ്ക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു പനാമ കനാലിൽ. പിന്നീടാണ് അത് അവർ ആ രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നത്. പക്ഷെ അത് ഞാൻ തിരിച്ചു പിടിക്കാൻ പോവാണെന്നാണ് ട്രംപ് ഇപ്പോൾ അടുത്തിടെ ഒരു തവണയല്ല പലതവണ പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, കാനഡയും അമേരിക്കയും കൂടെ ഒന്നിച്ചുള്ള ഒരു വലിയ മാപ്പ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിരിക്കുകയാണ്. ഓ കാനഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നല്ലെന്നേ പല പല പോസ്റ്റുകളാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിരിക്കുന്നത്. ഇത് വളരെ വളരെ സീരിയസ് ആണ്. അതായത് ട്രംപ് കാനഡയും ഗ്രീൻലാൻഡും പിടിച്ചെടുക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പിയറി പൊയ്ലിവർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ കാനഡയുടെ, അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ചാൻസുമില്ല കാനഡ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആവാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചരിത്രമുണ്ട്, ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ തുടരും. ട്രൂഡോയുടെ കാലത്ത് അതിർത്തിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പരിഹരിക്കും, അതിർത്തികൾ സ്ട്രോങ് ആക്കും, ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തും, ആരുടെയും സഹായമില്ലാതെ നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യും, ട്രേഡ് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് വർദ്ധിപ്പിക്കും, അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കും, ഒപ്പം ചൈനയുടെയും റഷ്യയുടെയും ഭീഷണിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്തു വെക്കണേ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരും. സോ ഇതാണ് പിയറിയുടെ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്നോബോളിന്റെ അത്ര പോലും സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് ട്രൂഡോയും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ലിബറലുകൾക്കും കൺസർവേറ്റീവുകൾക്കും പ്രധാനപ്പെട്ട കാനഡയുടെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളാണ്. ഈ രണ്ട് കൂട്ടർക്കും അമേരിക്കയുടെ ഭാഗമാകാൻ താല്പര്യമില്ല. അതിപ്പോ കാനഡ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ്. ഇനിയിപ്പോ ഏറ്റവും ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തിന് ചിലപ്പോ അമേരിക്കയുടെ എന്നല്ല വേറെ ഒരു രാജ്യത്തിന്റെയും ഭാഗമാകാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഇനിയിപ്പോ നാട്ടിലെ ജനങ്ങൾക്കുണ്ടെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ടാവില്ല. ഒരു രാജ്യത്തിലെ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഗവർണർ എന്നോ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നോ പറയുന്നതിനേക്കാൾ വാല്യൂ ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി എന്നോ പ്രസിഡന്റ് എന്നോ പറയുമ്പോൾ ഉണ്ടാവും, ആ ഒരു പ്രിവിലേജ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടികളും പൊതുവെ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇനിയിപ്പോ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടക്കേണ്ടി വരും. അമേരിക്കയ്ക്ക് അങ്ങനെയൊക്കെ നടത്തി ശീലമുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്തായാലും. ഗ്രീൻലാൻഡിന്റെ വിഷയത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഗ്രീൻലാൻഡ് അമേരിക്കയുടേതാക്കണമെന്നും ട്രംപ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടുള്ള കിങ്ഡം ഓഫ് ഡെൻമാർക്കിന്റെ ഒരു ഭാഗമാണ്. ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഒരു ചാൻസുമില്ല, അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ജനങ്ങളുടെ വികാരത്തെയും മാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി വന്നിരിക്കുകയാണ്. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇയുമായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കരുത്, മാത്രമല്ല അമേരിക്ക ചെറുതോ വലുതോ മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികളെയും പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ബഹുമാനിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ഒരു പടി കൂടി കടന്നിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഇലോൺ മസ്ക് പല രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. മസ്ക് എന്ന് പറയുന്നത് ട്രംപിന്റെ സ്വന്തം ആളാണ്. സോ ഇവിടെ അമേരിക്കയുടെ പുതിയ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം EU ലീഡേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ വരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ അതൃപ്തരായി മാറിയിരിക്കുന്നു. നാറ്റോ പോലും പൊളിയാനുള്ള സാധ്യത ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത്, അതായത് നമ്മൾ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയൻ സ്വന്തമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ യൂറോപ്പിനെയും സംരക്ഷിക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം, ആരുടെയും സഹായമില്ലാതെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പനാമയുടെ ഫോറിൻ മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടേതാണ് പനാമ കനാൽ, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ നേടിയെടുത്തതാണ്, ഇതിനി ആർക്കും കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ പല വിവാദപരമായ സ്റ്റേറ്റ്മെന്റുകളും പല രാജ്യങ്ങൾക്കും അമേരിക്കയോട് കടുത്ത അതൃപ്തി ഉണ്ടാവുന്നതിന് കാരണമായിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇസ്രായേലിന്റെ വലിപ്പം കൂട്ടാനും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിന്റെ അതിർത്തി വിപുലീകരിക്കാനുള്ള കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് ഒരു അധിനിവേശ മനോഭാവമുള്ള, ഒരു സാമ്രാജ്യത്വ മനോഭാവമുള്ള ഒരാളായി മാറിയിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? വളരെ വളരെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാം. ഒരുപക്ഷെ ഒരു മഹായുദ്ധം പോലും ഉണ്ടാകാം. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന ട്രംപ് മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇവിടെ ഞാൻ വേറൊരു കാര്യം നിരീക്ഷിച്ചത്, ഇന്ത്യയുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ട്രംപ് ഒരു കാരണവശാലും റഷ്യയും ചൈനയും സപ്പോർട്ട് ചെയ്യില്ല. എപ്പോഴും ട്രംപ് സംസാരിക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരു വലിയ പ്രശ്നമാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇന്ത്യ അവിടെ സേഫാണ്. കാനഡയിൽ അടുത്ത അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള പിയറിയും പറഞ്ഞിരിക്കുന്നത് റഷ്യയും ചൈനയും കാനഡയുടെ അതിർത്തികളിൽ നിന്ന് അകറ്റി നിർത്തുമെന്നാണ്. അപ്പോൾ ഇന്ത്യ അവിടെ ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹത്തിനും തോന്നിയിട്ടില്ല. മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് മെച്ചപ്പെടുത്തും. ഏതായിരിക്കും ആ കൂടുതൽ രാജ്യങ്ങളിൽ പ്രധാനം? നോക്കൂ, അമേരിക്കയുമായിട്ടുള്ള ബന്ധം യൂറോപ്യൻ യൂണിയനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ തെറ്റുകയാണെങ്കിൽ, കാനഡയും അമേരിക്കയും തമ്മിൽ തെറ്റുകയാണെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ അനന്തമായ സാധ്യത അത് തുറന്നിടുകയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതായത് ഇന്ത്യ ലോകത്തെ 4 സ്വതന്ത്രമായ ഫോറിൻ പോളിസി 100% ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. കുറച്ചൊക്കെ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് ഫ്രാൻസ് ഒരു ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഉള്ള രാജ്യമാണെന്ന് പറയാനും പറ്റില്ല. അപ്പൊ 4 രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്നത്. 1 ഇന്ത്യ, 2 അമേരിക്ക, 3 ചൈന, 4 റഷ്യ. അപ്പൊ അതില് ഈ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഒരിക്കലും ചൈനയുമായും റഷ്യയുമായും സഹകരിക്കാനേ ആഗ്രഹിക്കുന്നില്ല. അത് അവർക്ക് ഭീഷണിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കൂടെ ഇത്രയും കാലം നിന്നിരുന്ന അമേരിക്കയും ഇപ്പോൾ വേറൊരർത്ഥത്തിൽ ഒരു ഭീഷണിയായിട്ട് മാറുന്നുവെന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കും കാനഡയ്ക്കും തോന്നുകയാണ്. ഈ ഘട്ടത്തിൽ അവർ കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ആരംഭിച്ചാൽ അമേരിക്കയുടെ കീഴിലുള്ള സാമന്ത രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഇപ്പൊ ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ, വിയറ്റ്നാം, ഇതൊക്കെ അമേരിക്കയുടെ പപ്പറ്റുകൾ എന്ന് പറയാവുന്ന രാജ്യങ്ങളാണ്. അവിടെ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള, ചൈനയോട് പോലും കട്ടയ്ക്ക് മുട്ടി നിൽക്കുന്ന, റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും അടക്കം നല്ല ബന്ധമുള്ള, കൃത്യമായും വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന, ഇസ്രായേലുമായിട്ടും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള, ഇറാനുമായി നല്ല ബന്ധമുണ്ട്, സൗദിയുമായി നല്ല ബന്ധമുണ്ട്, UAEയുമായും ഖത്തറുമായും എല്ലാ രാജ്യങ്ങളുമായും നല്ല ബന്ധമുള്ള, ഇപ്പോൾ ആഫ്രിക്കൻ റീജിയണിൽ വളരെ ശക്തമായ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ശക്തി എന്ന് പറയാവുന്ന ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് കാനഡയുടെ പുതിയ ഭരണകൂടവും യൂറോപ്പിലെ രാജ്യങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നു എന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നോക്കൂ, ഞാൻ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ സാമ്രാജ്യങ്ങളും, എല്ലാ സിവിലൈസേഷൻസിനും ഒരു ഉയർച്ചയും ഒരു താഴ്ചയും ഉണ്ട്. ഒരു കാലത്ത് യൂറോപ്പിൻ്റെതായിരുന്നു ആ ഉയർച്ച. അതായത് കഴിഞ്ഞ ഒരു 16, 17, 18, 19 നൂറ്റാണ്ടുകളിൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് യൂറോപ്പ് സത്യത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ എക്കണോമിക് സ്റ്റെബിലിറ്റിയൊക്കെ തിരിച്ചു പിടിച്ചെങ്കിലും അവരുടെ സിവിലൈസേഷൻ സത്യത്തിൽ പിന്നെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഡിപ്പെൻഡഡ് ആയി,
അമേരിക്കയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. നാറ്റോ ഫോം ചെയ്തതോടെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾ, അതിപ്പോ ബ്രിട്ടൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും എടുക്കൂ, നാറ്റോയുടെ കീഴിൽ അവർ വന്നതോടെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് യൂറോപ്പ് വന്നു. അപ്പോൾ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന യൂറോപ്യൻ സിവിലൈസേഷൻസ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ അവരുടെ വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കുറെ നാൾ കഴിയുമ്പോൾ പൂർണ്ണമാവുകയും ചെയ്യും. ട്രംപിന്റെ ഇപ്പോഴത്തെ വരവും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും കാണുമ്പോൾ അമേരിക്ക വലിയ എന്തോ വിഡ്ഢിത്തം ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് ഭാവിയിൽ തിരിച്ചടിയാകും. അമേരിക്കൻ ഡോളറിന് തന്നെ അത് തിരിച്ചടിയാവും. ഇപ്പോൾ അമേരിക്ക വലിയ എക്കണോമിക് പവർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ അങ്ങോട്ട് ഇല്ലാതാവാൻ നിമിഷ നേരങ്ങൾ മതി. അപ്പോൾ ഒരുപക്ഷെ ട്രംപിന്റെ പോളിസീസ് ഭാവിയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഇതൊരു 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ കയറി അങ്ങ് കൊളുത്തി നല്ലതുമാകാം, ചിലപ്പോൾ ഒറ്റയടിക്ക് അടിച്ച് താഴെയും പോവാം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം ശക്തമായി മാറിയ അമേരിക്കൻ സാമ്രാജ്യം തകർച്ചയിലേക്ക് പോകാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണോ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ എന്നും തോന്നിപ്പോവുകയാണ്. എന്തായാലും അത് കാലം തെളിയിക്കട്ടെ. ശക്തമായ രാജ്യമായി വളരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് ഇതൊരു സുവർണ അവസരമായി മാറാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.